മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹായജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനും ഭക്തജന കൂട്ടായ്മയ്ക്കുമായി നടക്കുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന് ചൊവ്വാഴ്ച സമാരംഭം കുറിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പൂലാനി ഉപാസന നാരായണീയ ഭക്ത സംഘത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിമാർ സമീപത്തെ പൊതുക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ആദരിച്ചു. ഗുരുദക്ഷിണ ചടങ്ങുകൾക്ക് ഡോക്ടർ TS വിജയൻ തന്ത്രി ഗുരുപദം നേതൃത്വം നൽകി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരുന്നു. രണ്ടാം ദിവസമായ ബുധനാഴ്ച രാവിലെ പതിവ് പോലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നനാട് ബാലശാസ്ത്ര നാരായണീയ സമിതി, മുരിങ്ങൂർ നരസിംഹമൂർത്തി നാരായണീയ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ. തുടർന്ന് ചാലക്കുടി മുരളി മാസ്റ്ററുടെ പ്രഭാഷണത്തിന് ശേഷം പ്രൽസജ്ജയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ കലാസന്ധ്യ ഉണ്ടായിരിക്കും. മൂന്നാം ദിവസം വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചീനിക്കൽ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നാരായണീയ പാരായണം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മുൻ ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം കലാമണ്ഡലം കാർത്തികേയൻ്റെ സംഗീത കച്ചേരി. നാലാം ദിവസം വെള്ളിയാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ ശ്രീ ചീനിക്കൽ ദേവി ഭാഗവത സമിതിയുടെ ദേവഭാഗവത പാരായണത്തിന് ശേഷം വൈകിട്ട് 5 മണിക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷേത്ര കവാടത്തിൽ നിന്നും താള മേള ഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു. തുടർന്ന് ദീപാരാധനയെ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് KN വിശാലാക്ഷൻ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശിവഗിരിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപം പ്രമുഖ സംഗീത സംവിധായകൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്ര ദീപപ്രകാശനം നിർവഹിക്കും. ജ്യോതിഷ പണ്ഡിതൻ സുഭാഷ് ചെറുകുന്ന് ആമുഖ പ്രഭാഷണം നടത്തും. പ്രമുഖ വ്യവസായി മുംബൈ മണി, ക്ഷേത്രം സ്ഥപതി ദേവദാസ് ആചാര്യ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത MS തുടങ്ങിയവർ സംസാരിക്കും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരിക്കും. 5-ാം ദിവസം രാവിലെ 6 മണിക്ക് യജ്ഞാചാര്യൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിനെ ആചാരപൂർവ്വം യജ്ഞശാലയിലേക്ക് ആനയിച്ച ശേഷം ആചാര്യഭരണം, ഗണപതി ഹോമം, നവഗ്രഹ പൂജ, രുദ്രഹോമം, പൂർണാഹുതി, വൈകിട്ട് കന്യകാപൂജ, സുവാസിനി പൂജ തുടങ്ങിയ ചടങ്ങുകളും അന്നദാനവും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ചയാണ് നവചണ്ഡിക മഹായജ്ഞം. അത്യപൂർവമായി നടത്തപ്പെടുന്ന യജ്ഞം രാവിലെ 8:30 ആരംഭിക്കും. ക്ഷേത്രത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 11:30 പൂർണാഹുതി, 12 മണിക്ക് സമർപ്പണം, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം, അന്നദാനത്തോടെ യജ്ഞത്തിന് സമാപനം കുറിക്കും. യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള നവചണ്ഡിക ഹോമവും കുങ്കുമാർച്ചനയും വഴിപാടായി നടത്തുവാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള വഴിപാടുകൾ നടത്തുവാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9061922255. ക്ഷേത്രത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടരുമഠത്തിൽ, ഖജാൻജി ശെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത്, സെക്രട്ടറി ബിന്ദു ജിതേഷ്, വൈസ് പ്രസിഡന്റ് PD വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 എന്നീ തീയതികളിൽ നവചണ്ഡിക ഹോമം നടത്തപ്പെടുന്നു. ചണ്ഡിക ഹോമം നടത്തപ്പെടുന്നതിൻ്റെ പ്രാരംഭമായി ഓഗസ്റ്റ് 27 മുതൽ ഇവിടുത്തെ ചണ്ഡിക ഹോമത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഗുണഫലങ്ങളെയും കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തപ്പെടുന്നു.